ഗ്യാസിന്റെ ബില്ല് കൂടുന്നു, പെട്രോളിന്റെ ബില്ല് കൂടുന്നു, ഒക്കെ കൂടുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ചർച്ചയാകാതിരിക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഒരിക്കലും ഒരു മുസ്ലിം ഇഷ്യൂ ആയിട്ടല്ല നമ്മൾ കാണുന്നത്. അതൊരു കേവലം മുസ്ലിം ഇഷ്യൂ അല്ല. മാത്രമല്ല, ഇന്ത്യയിലെ പ്രശ്നങ്ങളെ നമുക്ക് മറികടക്കണമെങ്കിൽ, നമ്മൾ കൃത്യമായി കാണുന്ന പോംവഴി എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. എങ്ങനെയാണോ ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്തു വെച്ചത്, സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയും പിന്നിട്ട് പുലരിയിലേക്ക് ആഘോഷപൂർവ്വം ആവേശപൂർവ്വം ഇന്ത്യ എത്തിച്ചേർന്നത് എങ്ങനെയാണോ, ഇന്ത്യ ഈ ദീർഘമായ കാലഘട്ടം അതിജീവിച്ചത് എങ്ങനെയാണോ, അതേ വഴിയിലൂടെ മാത്രമേ അത് സാധിക്കൂ എന്ന് തീർച്ചയായും ഈ കൂട്ടായ്മ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതെന്താണ്? ഇന്ത്യയിലെ സർവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഏറ്റവും കൃത്യമായ ഒരു മുന്നോട്ട് പോക്കാണ് ആവശ്യം. ആ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ക്യാപ്ഷനുകൾ, മുദ്രാവാക്യങ്ങൾ, ഫോട്ടോകൾ, പ്ലക്കാർഡുകൾ, അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ഒരു കൃത്യമായ രീതി സ്വീകരിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ ഒരു ക്യാപ്ഷനോ ഒരു മുദ്രാവാക്യമോ ഒരു പ്ലക്കാർഡോ ഒരു പത്രവാർത്തയോ ഒരു വ്യക്തിയുടെയെങ്കിലും, പ്രത്യേകിച്ചൊരു മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഉണ്ടായിക്കൂടാ എന്ന കണിശമായ സ്റ്റാൻഡ് തീർച്ചയായും ഈ കൂട്ടായ്മ മുന്നോട്ട് വെക്കുകയാണ്. ഒരു ഘട്ടത്തിലും നിരാശ നമുക്കില്ലേയില്ല, ഒരു ഘട്ടത്തിലും നമ്മൾ നിരാശപ്പെടുന്നേയില്ല. രാജ്യത്ത് പലവിധ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്തരമൊരു നിരാശക്ക് നമ്മൾ വിധേയരാകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഫാഷിസം വിജയിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ നിരാശപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആഴമുള്ള ദുഃഖമുണ്ട്. അഖ്ലാഖ് തൊട്ട് മോബ് ലിഞ്ചിങ്ങിന് വിധേയരായി മരിച്ച മനുഷ്യരെ കുറിച്ച് നമുക്ക് നൊമ്പരമുണ്ട്, അല്ലേ? വളരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ സാധാരണക്കാർ വരെ സെല്ലിലടക്കുമ്പോൾ നമുക്ക് നിരാശയില്ല, ഉള്ളിൽ ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാലോ വളരെ കൃത്യമായി പ്രതീക്ഷയാണ് എവിടെയും നമ്മൾ വെക്കുന്നത്. ഒരു അവസാനത്തെ വാചകം ഞാൻ പറയുകയാണെങ്കിൽ, അഡോൾഫ് ഹിറ്റ്ലറുടെ ചരിത്രത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് വേണം നമ്മൾ ഫാഷിസത്തിനും തീവ്രവാദത്തിനും ഭീകരതക്കും ഒക്കെ എതിരെയുള്ള മുന്നേറ്റങ്ങളെ കുറിച്ച് കാണാനും മനസ്സിലാക്കാനും ഒക്കെ. വളരെ ഫേക്കായ ന്യൂസുകളിലൂടെ, അധികാരത്തിന്റെ ദണ്ഡുകളിലൂടെ, വ്യത്യസ്തമായ അമെൻമെന്റുകളിലൂടെ, സൈന്യത്തിന്റെ ശക്തിയിലൂടെ രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ അയാൾ ഒരു ദിവസം മനസ്സിലാക്കി, തൻ്റെ കൊട്ടാരത്തിൻ്റെ ചുറ്റും 17 ലക്ഷം മനുഷ്യർ ഉരുളങ്കല്ലുകളും വടികളും കൊണ്ട് തന്നെ കാത്തിരിക്കുകയാണെന്ന് അറിയുമ്പോൾ അയാൾ തൻ്റെ പട്ടിക്കൊരു വെടിയുണ്ടയും തൻ്റെ കാമുകിക്ക് മറ്റൊരു വെടിയുണ്ടയും പോയിന്റ് ബ്ലാങ്കിൽ ഇങ്ങനെ തൻ്റെ നെറ്റിയോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു വെടിയുണ്ട തനിക്കു തന്നെയും കൊടുത്ത് അയാൾ അവസാനിപ്പിച്ചതുപോലെ ഏകഛത്രാധിപതികളുടെ അന്ത്യം അതായിരിക്കും.